ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം കുഞ്ഞു പിള്ളേർ 2 പേരെയും കൊണ്ടാണ് വരുന്നത്. എൻ്റെ കയ്യിൽ ലഗേജൊക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ലഗേജുകളും എല്ലാ ബാഗുകളും ഞാൻ ലഗേജായിട്ട് തന്നെ വിട്ട് കേട്ടോ. ഹാൻഡ് ബാഗായിട്ട് ഞാൻ ചെറിയൊരു ബാഗ് മാത്രമേ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാനുള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വലിയ ബാഗൊക്കെ തോളിലിട്ടിട്ട് അന്ന് എൻ്റെ ചെറിയ ആൾ 6 മന്ത്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടൊക്കെ. അപ്പം ഞാൻ അത്യാവശ്യം ഒരു മൊബൈൽ വയ്ക്കാനായിട്ട് ചെറിയ എനിക്ക് എൻ്റെ മൊബൈൽ ഹെഡ്ഫോൺ അതൊക്കെ വയ്ക്കാനുള്ളൊരു വാലറ്റും പിന്നെ അല്ലാതെ ഒരു ബാഗ്, അത് രണ്ടും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഹാൻഡ് ബാഗ്, അതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ട അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കൊള്ളുന്ന ടൈപ്പ് കേട്ടോ. അങ്ങനെ അത് രണ്ടും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് നാൾ ആഗ്രഹിച്ച് എനിക്ക് കുറച്ച് നാളെങ്കിലും എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം അല്ല വരുന്നത്. നമുക്കൊരു ചേഞ്ച് വേണം. നമുക്ക് ഭയങ്കര ഓവർ സ്ട്രെസ്ഡൊക്കെ ആകുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഒരു ചേഞ്ച് വേണം, കുറച്ച് നാളിങ്ങനെ ഒന്ന് മാറി നിൽക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ആണ് എനിക്ക് വരാൻ പറ്റിയത്. അപ്പം ഞാൻ അതിന് മുന്നേയൊക്കെ എത്ര ട്രൈ ചെയ്തിട്ടും നമുക്കതൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണിത്. ദുബായ് എയർപോർട്ട്, അബുദാബി എയർപോർട്ടാണ് കേട്ടോ. കണ്ടോ, ഇത് ഇങ്ങനെയല്ലായിരുന്നു ഞങ്ങളിതിന് മുന്നേ വന്ന സമയത്ത്, ഇങ്ങനെയല്ലായിരുന്നു. ഇത് പുതുതായിട്ട് പണിതതാണ് ഈ ഒരു എയർപോർട്ട്. അടിപൊളിയാണ്. പക്ഷേ ആ വന്നതിൻ്റെ ആ ക്ഷീണത്തിൽ എനിക്കതൊന്നും ശരിയായി കാണാനോ അങ്ങനെ ഒന്നും ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. കാരണം വരുന്നതിൻ്റെ 1 വീക്ക് ഞാൻ ഫുൾ ഓട്ടം തന്നെയായിരുന്നു. പിന്നെ 2 ദിവസമായിട്ട് ഉറക്കവും കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഫ്ലൈറ്റിൽ ലാൻഡിങ്ങിൻ്റെ ടൈമിൽ എടുത്ത വീഡിയോസാണ്. അബുദാബിയിലെത്തിയ സമയത്ത് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആ സമയത്ത് ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഇപ്പോൾ ഫുള്ള് ലൈറ്റാണല്ലോ, കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ 1-2 ക്ലിപ്പുകൾ ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അബുദാബി പോകാനായിട്ട് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്തതെന്നൊക്കെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമല്ല, സെക്കൻഡ് ടൈമാണ്. അപ്പോൾ ആദ്യം വന്നു കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു കേട്ടോ. പക്ഷേ പറ്റിയില്ല. നാളെ സാഹചര്യങ്ങൾ പിന്നെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ മെൻ്റലി ഉള്ള ഒരു വൈബ്രേഷൻ ഭയങ്കര ലോവസ്റ്റായിരുന്നു. ലോ എന്ന് പറഞ്ഞാൽ പോലെ ലോവസ്റ്റായിരുന്നു. അത്രയും ടെൻഷൻസും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് ഞാൻ അതിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. എൻ്റെ വിഷമങ്ങളിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ എന്ന് അതിനെ വിട്ട് കളഞ്ഞോ, അല്ലെങ്കിൽ എനിക്ക് വിഷമം തന്നുകൊണ്ടിരുന്ന, എനിക്ക് പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരുന്ന അതാരായാലും നമ്മൾ ക്ഷമിക്കും തോറും നമുക്ക് അതായത് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് വീണ്ടും വീണ്ടും അതുണ്ടാക്കാനായിട്ട്, പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളായിട്ടൊരു അവസരം കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് 1 ക്ഷമിക്കും, 2 ക്ഷമിക്കും, 3 ക്ഷമിക്കും, 10 ക്ഷമിച്ചിട്ടുണ്ടെങ്കിലും ഈ നമ്മളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരും മാറാൻ ശ്രമിക്കുന്നില്ല. അവർക്ക് വീണ്ടും നമ്മളൊരു വഴി വെച്ച് കൊടുക്കുന്നത് പോലെയാണ് എൻ്റെ ലൈഫിൽ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, നീ എപ്പോഴും ഇങ്ങനെ ക്ഷമിച്ച് വീണ്ടും കയറി പിണ്ടിക്കൊണ്ട് ചെല്ലുന്നത് കൊണ്ടാണ്. അവർക്കും മനസ്സിലായി എന്ത് ചെയ്താലും അതൊരു വിഷയമല്ല. കാരണം നമ്മൾ ക്ഷമിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളോടൊരു തെറ്റ് ചെയ്തു, അവർ നമ്മളോട് ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പൊളൈറ്റായിട്ട് നമുക്കൊരു വീണ്ടും ഒരു അവസരം കിട്ടിയതാണ് അയാളോട് സംസാരിക്കാനും എല്ലാം, അല്ലേ? അയാൾ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ അയാൾ ക്ഷമിച്ചു. അപ്പോൾ ആ ഒരു അവസരം നമ്മൾ കൂടുതൽ ബെറ്റർ ആക്കി വേണം അയാളോട് പെരുമാറാനും സംസാരിക്കാനും ഒക്കെ. പലരും അങ്ങനെ ചെയ്യാറില്ല. ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചല്ല, ഇനിയിപ്പോൾ അവരോട് എന്ത് കാണിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും ഓരോ ഫോൾട്ടുകൾ ചെയ്യും. പക്ഷേ ഇത് ഏറ്റുവാങ്ങുന്ന ആൾ ഇത് സഹിച്ച് അവസാനം ഉണ്ടല്ലോ, ടോട്ടലി അങ്ങ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. അങ്ങനെ ചേഞ്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തത് ഇങ്ങനെ, ഞാൻ ക്ഷമിച്ച് മടുത്തൊരാളാണ്. അപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു ഡിറ്റാച്ച് ചെയ്യാൻ തുടങ്ങി ആൾക്കാരോട്. നമ്മളോട് അങ്ങനെ മോശമായിട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന, വിഷമിപ്പിക്കുന്ന, നമ്മൾ ഒരു സാഹചര്യത്തിലും കൂടെ നിൽക്കാത്ത ആളുകളോട് നമ്മൾ എന്തിന് ഓവർ അറ്റാച്ച്മെൻറ്റ് കാണിക്കണം? അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയപ്പോൾ തൊട്ടാണ് എൻ്റെ ലൈഫിലും എനിക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ആരെക്കുറിച്ചും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അവരാരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ മാത്രം കാര്യങ്ങൾ നോക്കിച്ചാൽ മതി. അവരെന്തും പറഞ്ഞോട്ടെ. നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുമ്പം ഇവരൊക്കെ പലതും പറയും, ഈ പൊട്ടന് ലോട്ടറി അടിച്ചു എന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കും. എന്തും പറഞ്ഞ് കളിയാക്കിക്കോട്ടെ. നമ്മുടെ അച്ചീവ്മെൻറ്റ്, നമ്മൾ
എത്ര കഷ്ടപ്പെട്ടാണ് നേടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നേടുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അതൊന്നും ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ആവശ്യമില്ല. കാരണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മൾ എന്തിലൂടെ പോകുന്നു എന്നുള്ളത് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക്, ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. നമ്മളൊരാളെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ സ്ട്രഗിൾ എന്താണോ, നമ്മളുടെ അവസ്ഥകൾ എന്താണോ അതനുസരിച്ചിട്ട് അത് കണ്ട് മനസ്സിലാക്കി, നമുക്കാണല്ലോ നമ്മുടെ അവസ്ഥകളൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്, അത് കണ്ട് മനസ്സിലാക്കി മാറാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. ഈ 2025 എനിക്കതാണ് പറയാനുള്ളത്. അവരെന്നോട് അങ്ങനെ ചെയ്തു, ഇവരെന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാതെ, ഇങ്ങനെയൊക്കെയാണ് ലൈഫ്, എന്തായാലും ഇത് മാറാൻ പറ്റില്ല. ചുറ്റുമുള്ള ആൾക്കാരെ മാറാൻ പറ്റില്ല, പക്ഷെ നമുക്ക് മാറാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മാറ്റാൻ നോക്കുക. എപ്പോഴും ഈ കരഞ്ഞ് സങ്കടപ്പെട്ട് അയ്യോ എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ, ഈ വിഷമങ്ങളിൽ നിന്ന് ഒരു മുക്തി വേണ്ടേ? എപ്പോഴും നെഗറ്റീവ് അടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാവുക? അങ്ങനെ ചിന്തിച്ച് തുടങ്ങുക. എനിക്ക് ഏതൊരു പോയിന്റിൽ നിന്നാണ് എനിക്ക് ചേഞ്ച് വേണ്ടത്? നിങ്ങൾ ഡയറിയും പെന്നും എടുക്കേണ്ട സമയമായിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുക, എൻ്റെ ലൈഫിൽ ഇവിടെ മാറ്റം വേണ്ട ഒരു ടൈം ആയിട്ടില്ലേ എന്ന് ചിന്തിക്കുക. ഇത് ദുബായിൽ ഞങ്ങൾ പോയ ഒരു ബോട്ടിംഗ് ആണ് കേട്ടോ. ദുബായിൽ പോയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇത് തന്നെയാണ്. ഞാൻ വിചാരിച്ചതല്ല എനിക്കിങ്ങനെ ഒരു പ്ലേസസ് ഒക്കെ കാണാൻ പറ്റുമെന്ന്. അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ പോകണം ഇങ്ങനെ പോകണം ആഗ്രഹങ്ങളൊന്നും ഉള്ള ആളൊന്നും ആയിരുന്നില്ല. പക്ഷേ എനിക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ വന്ന് നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് സാധിച്ചു കിട്ടി. അത് യൂണിവേഴ്സ് എനിക്ക് തന്നു. ഞാൻ ഒരുപാട് അത് ആഗ്രഹിച്ചു, അതിനുവേണ്ടിയുള്ള എഫേർട്ടുകളിട്ടു, അഫർമേഷൻസ് എഴുതി, അതിനുവേണ്ടി മെഡിറ്റേഷൻ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന കുറേ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളാണ് എന്നെ പലതും അച്ചീവ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ പല ഏരിയാസിലും എനിക്ക് മാറ്റങ്ങൾ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര കാറ്റായിരുന്നു. ദുബായിൽ പോയ സമയത്ത് ഭയങ്കര കാറ്റും തണുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ കോട്ടോ ജാക്കറ്റ് അങ്ങനെയുള്ളതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ് വന്നിട്ട് മൂത്ത ആൾക്ക് ജലദോഷവും പനിയൊക്കെ പിടിച്ചു കേട്ടോ. ഓൾറെഡി ഉണ്ടായിരുന്നു അവിടെ പോയ സമയത്ത്, അതൊക്കെ കൂടി. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും പോയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൽ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പ്ലേസും കാണാം, നമുക്ക് പറയാനുള്ളതും കേൾക്കാമല്ലോ, നമുക്ക് ദുബായ് കാണുകയും ചെയ്യാം. അപ്പോൾ ഞാനങ്ങനെ ട്രാവൽ വ്ലോഗ് ചെയ്യുന്ന ആളൊന്നുമല്ല. അപ്പോൾ എത്രമാത്രം ഇതൊരു പെർഫെക്റ്റ് ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ പിന്നെ ഇതിന് മുന്നേ ഇടേണ്ടതായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ എഡിറ്റ് ചെയ്യാനോ അതിനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മളവിടെ പോയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ കേസുകളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളിങ്ങനെ മാറ്റി വെച്ചു അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷാർജയിൽ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവനെ പോയി കണ്ടു. അങ്ങനെ ഈ ഒരു ദിവസം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് അവനെ പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കണ്ടു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഈ ഒരു ദിവസം സാധിച്ചു, ഒരു സൺഡേ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാനിതിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് നമ്മൾ ഒരാളുടെയും പുറകെ നടക്കേണ്ടതില്ല. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. നമ്മൾ മാത്രം, നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടും നമ്മൾ മനസ്സ് വയ്ക്കാത്തത് കൊണ്ടും മാത്രമാണ് നമുക്ക് കിട്ടേണ്ടത് പലതും നമ്മുടെ കൈകളിൽ എത്താതെ പോകുന്നത്. പലരും വിചാരിക്കും, അല്ലെങ്കിൽ പണ്ടുള്ളവർ പലതും പറയും, നമ്മൾ കുറച്ചൊക്കെ ആഗ്രഹിക്കാവുള്ളൂ, ഒരുപാടൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളത്. ആരാണ് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഈ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടതിലും അധികം ഈ യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അബണ്ടൻസ് കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും തികയില്ല, ഒന്നും അധികം ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല. നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ ആവശ്യത്തിന്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആഗ്രഹം, നമ്മുടെ കരിയർ വൈസ്, നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഫിസിക്കലി മെൻ്റലി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. അതൊക്കെ നമ്മുടെ ആഗ്രഹം നല്ല ഉദ്ദേശശുദ്ധിയുള്ളതാണെങ്കിലും നല്ല രീതിയിലുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ, മെൻ്റലി ഉള്ള വൈബ്രേഷൻ ഹൈ ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ യൂണിവേഴ്സ് നമ്മുടെ കയ്യിൽ തന്നെ എത്തിച്ചു തരും. ഇത് ദുബായ് ഫ്രെയിമാണ് കേട്ടോ. ഇത് മുകളിൽ ഗ്ലാസ്സാണ്, നമുക്ക് ആ ഗ്ലാസ്സിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ഇയറിൻ്റെ അന്നായിരുന്നു പോയത്. അതുകൊണ്ട് മുകളിൽ ഗ്ലാസ്സാണ്, നമുക്ക് ആ ഗ്ലാസ്സിൽ കൂടി ഇങ്ങനെ നടക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ പോയി കുറേ നേരം നിന്നു. പക്ഷേ 2 മണിക്കൂർ ക്യൂ നിൽക്കണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ പോയി ഇവിടെ പോയി പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായ് മ്യൂസിയം അവിടെ പോയപ്പോൾ കുറേ സ്ഥലങ്ങളിൽ പോയി. പിന്നെ എനിക്ക് ബ്രദറിനെ കാണാൻ പോകണം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ക്യൂ നിന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എത്താൻ ലേറ്റ് ആവും. അതുകൊണ്ട് അതിൽ കൂടെ നടന്നു കുറേ അങ്ങനെയൊക്കെ കണ്ടു. ഗ്ലാസ് ഫ്രെയിമിൽ കയറാൻ പറ്റിയില്ല. പിന്നെ എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പിന്നെ വേഗം തന്നെ ഇറങ്ങി, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിച്ചു. എന്നിട്ട് പിന്നെ പോയി. പിന്നെ നൈറ്റിലെ ഫുഡ് അവിടെ ചാവൻ്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾ അവിടെ ഷാർജയിൽ നിന്നാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ പോയി. നല്ല സ്ഥലമൊക്കെയാണ് കാണാനായിട്ടൊക്കെ. പിന്നെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പുള്ള ക്ലൈമറ്റാണ് ഇവിടെ ഇപ്പോൾ.
അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനും പിന്നെ അവിടെ ചെന്നിട്ടാണ് ഈ ജാക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഒരുപാട് തണുപ്പൊന്നും പറ്റത്തില്ല, ഒരുപാട് ചൂടും പറ്റത്തില്ല. അപ്പം ഞാൻ എന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാണ് എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം, നമുക്ക് ഒരുപാട് ഒട്ടും ഉറക്കമില്ലെങ്കിൽ അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. ഫുഡ് കറക്റ്റിന് സമയത്തിന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്റ്റർബ് ചെയ്യും. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നപ്പം ഞാൻ ഈ എൻ്റെ ആഹാരം അല്ലെങ്കിൽ ഉറക്കം ഇതൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കഠിനമായ തലവേദന വന്നിരുന്നു. ഈ സമയത്ത് ഞാൻ എന്നെ ബുദ്ധിമുട്ടിച്ച വിഷമിപ്പിച്ച ആൾക്കാരെക്കുറിച്ചൊക്കെ ഞാനിരുന്ന് ഓർത്ത് കരയും, അല്ലെങ്കിൽ വിഷമിക്കും. അപ്പോൾ ഈ മൈഗ്രെയിൻ വന്ന് കിടപ്പിലാകുന്നത് ഞാൻ തന്നെയാണ്. അത് വേറെ ആർക്കും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. എന്ത് വന്നാലും ഞാൻ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ മനസ്സിലേക്ക് എടുത്ത് ചിന്തിച്ച് ഇങ്ങനെ ടെൻഷൻ ആക്കുന്നത് കൊണ്ടാണല്ലോ എനിക്ക് ഈ മൈഗ്രെയിനൊക്കെ കൂടി. ഞാനങ്ങനെ മൈഗ്രെയിൻ വന്ന അസുഖങ്ങളൊക്കെ ആയിട്ട് കിടന്നാലും നമ്മളെ ഒരാളും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഈ പറഞ്ഞ ആൾക്കാരൊന്നും ആശ്വസിപ്പിക്കാൻ കാണില്ല. പിന്നെ എന്തിനാണ് അയ്യോ എന്നോട് അവർ അങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ അവരെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മളെ വിഷമിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ മാറി ചിന്തിച്ച് തുടങ്ങി. ഇതാണ് മ്യൂസിയം കേട്ടോ. അതിനകത്ത് കയറാൻ പറ്റും, നമുക്ക് അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ റോബോട്ട് ചായ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള കുറേ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ നമുക്കിവിടെ എങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പോൾ വേറെ ആരെങ്കിലും ക്യാമറയിലൊക്കെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻ കിട്ടും, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ മാറിയെടുക്കണമായിരുന്നു. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു വീഡിയോ എടുത്തു, ഞാൻ നോക്കിയാളാന്ന്. കൂടുതലും ഹസ്ബൻഡിൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു കുഞ്ഞ്. പിന്നെ നമ്മൾ വീഡിയോ എടുത്തു പോകുമ്പോഴേ നമുക്കിതൊന്നും അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ എടുക്കും, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണും, ആ രീതിയിൽ. പിന്നെ ഫോട്ടോസ് എടുക്കും, അങ്ങനെ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മളങ്ങ് പോയി. നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ, നല്ല രീതിയിൽ വെൽ മെയിൻറ്റൈൻഡ് ആണ് എല്ലായിടവും, അതാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോവുക. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചാൽ അത്രയേ ഉള്ളൂ. ഇവരെയും നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഒരിടത്തും എത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമ്മൾ ഒരാളെയും നോക്കേണ്ടതില്ല, ഒരാളെയും. കാരണം മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ജീവിച്ച് കൂടെയുള്ളവർക്ക് വേണ്ടിയൊക്കെ ജീവിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കണം. നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളെ സ്നേഹിക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് എത്ര ബ്യൂട്ടിഫുള്ളാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞ് തളർന്ന ആ ഒരു ദിവസങ്ങളൊക്കെ നമ്മളായിട്ട് വേസ്റ്റ് ആക്കിയതാണല്ലോ എന്ന് തോന്നിപ്പോവും. അതായത് ഇപ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ എന്നെ ഒത്തിരി പാമ്പർ ചെയ്യാൻ തുടങ്ങി, ഞാൻ എന്നെ ഒരുപാട് കെയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ ടെൻഷൻ അടിച്ചും വിഷമിച്ചിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫിസിക്കലി എനിക്ക് ഹെയർ ലോസ് ഉണ്ടായിട്ടുണ്ട്, സ്കിൻ ടോണ്, എൻ്റെ വെയിറ്റ് ലോസ് ഉണ്ടായി. എനിക്കതിനെയൊക്കെ നേടിയെടുക്കാൻ പറ്റി, എനിക്ക് ഉറക്കം കിട്ടി. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ നേട്ടങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഒരു സംഭവമാണോ എന്ന് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ തോന്നിയേക്കാം. ഇതാണ് കാരണം, നമ്മളെ പാമ്പർ ചെയ്യുന്നതും നമ്മളെ കെയർ ചെയ്യുന്നതൊക്കെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അത് ചെയ്ത് തുടങ്ങി ആ ഒരു ട്രാക്കിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുഖം നമുക്ക് അനുഭവിച്ച് അറിയാൻ പറ്റും. അതറിയാവോ, എത്ര സുഖമുള്ളൊരു കാര്യമാണെന്നറിയാവോ? നമ്മളെ കെയർ ചെയ്ത് പാമ്പർ ചെയ്ത് വരുമ്പം നമുക്കുണ്ടാകുന്ന മാറ്റം കണ്ണാടിയിൽ നിന്നൊന്ന് ആസ്വദിക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ ആ ചേഞ്ച് എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. നമ്മുടെ സ്കിൻ ടോണിൽ വരുന്ന, ബോഡിയിൽ വരുന്ന, ബോഡി സ്ട്രക്ചറിൽ വരുന്ന, ഹെയറിൽ വരുന്ന, വെയ്റ്റിൽ വരുന്ന ഒരുപാട് മാറ്റം നമ്മുടെ കരിയറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ക്യാരക്ടറിൽ വരുന്ന ഡിഫറൻസ്. അത് നമ്മുടെ ക്യാരക്ടർ എപ്പോഴും മക്കളിലേക്ക് റിഫ്ലക്റ്റ് ആവും അല്ലേ, ഫാമിലി തന്നെ മാറും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മൊത്തം എത്ര വലിയ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് അനുഭവിച്ച് അറിയാൻ പറ്റും. ഇത് മ്യൂസിയത്തിനകത്ത് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഫിഷിനെ പോലുള്ള സാധനത്തിനെ ഇങ്ങനെ പറത്തി വിട്ടിരിക്കുക, അതിൻ്റെ പേരൊന്നും എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം അതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടത് മുകളിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ടുള്ളവരെ മാത്രമേ ഇവിടെ എൻട്രി ഉള്ളൂ. ബാച്ചിലേഴ്സായിട്ട് ആര് വന്നാൽ അവരെയൊന്നും കിടത്തി വിടത്തില്ല. അപ്പോൾ നമുക്ക് മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ എൻട്രി. അങ്ങനെ കപ്പിൾസിനെ മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പോവുക. അപ്പോൾ നമ്മളെ കെയർ ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു സുഖം, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസൾട്ട് അനുഭവിച്ച് അറിയുക. അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒത്തിരി മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളെ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ ലുക്കിൽ തന്നെ ഒരുപാട് മാറ്റം വരും അല്ലേ. നമുക്കത് കാണുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. നമ്മൾ നേരത്തെ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരുന്നു, ഡിമ്മായിട്ടിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി കണ്ണാടിയിലൊന്ന് നോക്കുമ്പം നമുക്ക് നമ്മുടെ കണ്ണൊന്ന് തുറന്നതുപോലെ ഇരിക്കും. നമുക്ക് മൊത്തത്തിലൊന്ന് കണ്ണ് തുറന്ന ഒരവസ്ഥയായിരിക്കും.
ഇത്രയൊക്കെ എനിക്ക് ചേഞ്ച് ആവാൻ പറ്റുമായിരുന്നോ എന്നുള്ളത്. നിങ്ങളാരും വിചാരിക്കേണ്ട ഈ ഒരു യൂണിവേഴ്സിൽ ഒന്നുമില്ല. നമുക്ക് അബണ്ടൻസ് ആണ് നമ്മുടെ യൂണിവേഴ്സിലുള്ളത്. അബണ്ടൻസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നമുക്കുള്ളതിലും വേണ്ടതിലും നമുക്ക് ആവശ്യമുള്ളതിലും അധികം ഈ ഒരു യൂണിവേഴ്സിലുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുക, ശക്തമായിട്ട് ആഗ്രഹിക്കുക. അതിനുവേണ്ടി ചെറുതാണെങ്കിലും എഫേർട്ട് ഇടുക. ചെറിയതായിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തിട്ട് തുടങ്ങുക. ആ ഒരു റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോവും ഇനിയും ഞാൻ ഒരുപാട് ചേഞ്ച് ആവാനുണ്ട് ആ ഒരു റിസൾട്ട് കാണുമ്പോൾ, അല്ലേ? അപ്പം ആ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ പറയുന്നത് എപ്പോഴും. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക, ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങുക. അപ്പോൾ നമുക്കത് ഈസിലി മാനിഫെസ്റ്റ് ആവും. എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ തുടങ്ങുക. അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ ചേഞ്ച്, ഇനി ആ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയും നമുക്ക് ഇനി ചേഞ്ചസ് വരുത്താൻ പറ്റുമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവും. പിന്നെ ചിലർ പറയാറുണ്ട്, എൻ്റെ പാസ്റ്റിൽ ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു, എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി. മനുഷ്യനല്ലേ, മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. നമ്മളത് മനസ്സിലാക്കി അതിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. തെറ്റ് തിരുത്തി മുന്നോട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരാൾക്ക് ക്ഷമിക്കാനായിട്ട്, അതുതന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മളോട് ഒരാളൊരു തെറ്റ് ചെയ്തു, നമ്മളത് ക്ഷമിച്ചു കൊടുത്തു. ക്ഷമിച്ചു കൊടുക്കുമ്പം അയാൾ അത് മനസ്സിലാക്കി നല്ല രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യണം, അല്ലേ? അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ക്ഷമിച്ചു കൊടുത്തു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അത് മുതലാക്കി വീണ്ടും വീണ്ടും മോശമായിട്ട് പെരുമാറാനും, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മോശമായിട്ട് ആരോടെങ്കിലും പറഞ്ഞു നടക്കുന്ന ആൾക്കാർ നമ്മൾ അറിഞ്ഞിട്ടും നമ്മൾ ക്ഷമിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു സ്വഭാവം നിർത്തി വീണ്ടും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുകയാണ് വേണ്ടത്, അല്ലേ? അല്ലാതെ വീണ്ടും വീണ്ടും ഈ തെറ്റ് തന്നെ ആവർത്തിച്ചിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു കുറ്റബോധവും ഇല്ലാതെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം. അത് മുതലാക്കി ഒരു കുറ്റബോധവും ഇല്ലാതെ പിന്നെയും പിന്നെയും ഈ ഒരു പണി തുടരുന്ന ആൾക്കാരോട് ക്ഷമിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കുറ്റബോധം തോന്നി മാറി മുന്നോട്ട് ജീവിക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ തെറ്റുകളൊക്കെ മനുഷ്യ സഹജമാണ്, അതിൽ കാര്യമില്ല. അത് തെറ്റാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ആ ഒരു രീതിയിലുള്ള പ്രവൃത്തി ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ എത്ര തെറ്റ് ചെയ്താലും ഞാൻ ചെയ്യുന്നതും പറയുന്നതൊക്കെയാണ് ശരി, മറ്റുള്ളവരുടെ വേദനകളൊന്നും മനസ്സിലാക്കാതെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവരുടെ തൊഴിൽ പരദൂഷണമായിരിക്കാം, കുറ്റം പറച്ചിലായിരിക്കും. ചില അമ്മായിമാരുണ്ട്, മരുമക്കൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അവരെക്കുറിച്ച് മോശം മാത്രമേ പറഞ്ഞു നടക്കുകയുള്ളൂ. ഇത് അമ്മായിമ്മയെന്നുള്ളതല്ല, മക്കളോട് ചെയ്യുന്ന പേരൻസ് ഉണ്ട്, പിന്നെ സിബ്ലിങ്സ് ഉണ്ട്, സിസ്റ്റർ ഇൻ ലോസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ ജീവിതത്തിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി നിർത്താനായിട്ടുള്ള ഒരു തൻ്റെടം, ആ ഒരു ധൈര്യം. നമ്മൾ ചില കാര്യങ്ങളിൽ എവിടെ ധൈര്യം എടുക്കുന്നു അവിടെ നമ്മുടെ ലൈഫ് മാറുള്ളൂ. അങ്ങനെ ചില ധൈര്യത്തോടെയുള്ള ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാനായിട്ട് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരുപാട് മാറും. ഇതാണ് റോബോട്ട് ചായ എടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് റോബോട്ടാണ് ചായ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമുക്ക് ആവശ്യം ചായ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പൈസ കോയിൻ ഇടുവോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കി തരും. ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഇടയ്ക്കറി എങ്ങനെ വീഡിയോ എടുത്തതെന്ന് എനിക്കേ അറിയുള്ളൂ. ഞങ്ങൾ ചായ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. നമുക്കൊരു ആൾക്കാരുടെ ഫേസ് വരാത്ത രീതിയിൽ വീഡിയോ എടുക്കാനായിട്ട് ഞാനൊരു സൈഡിലോട്ട് ഇങ്ങനെ മാറി നിന്നു. അപ്പോൾ എനിക്കിവിടെയാണ് ഈ സ്ഥലം കിട്ടിയത് വീഡിയോ എടുക്കാൻ. ഞാൻ കുറേ നേരം നിന്ന് വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഞാൻ എൻ്റെ ലൈഫിൽ വിചാരിച്ചതല്ല എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു വ്യൂ കാണാൻ പറ്റും എന്നുള്ളതൊക്കെ. എല്ലാം യൂണിവേഴ്സിൻ്റെ, പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം, അത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നെഗറ്റീവ് എനർജീസിൽ നിന്ന് മാറി നിൽക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അവർ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയാണ് തരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാപ്പ് ഇടുക. ആ നെഗറ്റീവ് എനർജി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അവർ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡിനെയും ബാധിക്കും. നിങ്ങളുടെ മൈൻഡിനെ ഒരിക്കലും നല്ല ഒരു വൈബ്രേഷനിലെത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യില്ല. നിങ്ങളുടെ അടുത്ത് മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ആൾക്കാർ നാളെ നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് പോയി കുറ്റങ്ങളും പ്രദോഷങ്ങളും തന്നെ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക. നമ്മുടെ മെൻ്റൽ വൈബ്രേഷൻ എപ്പോഴും ഹയസ്റ്റ് ആയിട്ട് വെക്കാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് പറ്റും. ആ ഒരു ധൈര്യം, ആ ഒരു ചില തീരുമാനം എടുക്കാനായിട്ട് നിങ്ങളൊരു ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. എല്ലാവരും ആ ഒരു ധൈര്യം കാണിച്ച് മുന്നോട്ട് പോവുക.